സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി. 2022-23 കാലയളവിലെ ശബരിമല മേൽശാന്തി. എൻ്റെ സ്വദേശം കണ്ണൂർ ജില്ലയിൽ മലപ്പട്ടം പഞ്ചായത്തിൽ അടൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. 2022 നവംബർ മുതൽ 2023 നവംബർ വരെയുള്ള ഒരു കാലയളവിലാണ് ഞാൻ ശബരിമലയിൽ മേൽശാന്തിയായിട്ടിരുന്നിട്ടുള്ളത്. എൻ്റെ പൂർവികന്മാരുടെയും ഗുരുജനങ്ങളുടെയും എത്രയോ എന്നെ സ്നേഹിക്കുന്ന നല്ലവരായ ഭക്തജനങ്ങളുടെയും അനുഗ്രഹാശിസ്സുകളാണ് എനിക്ക് ഇത്തരത്തിലുള്ളൊരു സ്ഥാനലബ്ധി കിട്ടാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മേൽശാന്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ഒരു പദവി അതുതന്നെയാണ് ലോകം മുഴുവനും ആരാധിക്കുന്ന ആ കലിയുഗ വരദനായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ മേൽശാന്തി പദം എന്നുള്ളത്. എല്ലാ അർത്ഥത്തിലും ഞാൻ ആ പദം ആസ്വദിച്ചിട്ടുണ്ട്. ഒരു നേരം പോലും എനിക്ക് ഒരു തരത്തിലൊരു മടുപ്പോ അതല്ലെങ്കിൽ ഒരു തലവേദനയോ ഒന്നും തന്നെ വരാതെ കണ്ട് അയ്യപ്പസ്വാമി എന്നെ കാത്തിട്ടുണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള അല്ലെങ്കിൽ ഗുരുവായൂർ പോലുള്ള ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ മേൽശാന്തിയായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കെന്തെങ്കിലും വെറൈറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വേദം പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധാരണ പറയാറ്, വേദത്തിൽ ഈശ്വരനെ ഉപാസിക്കുന്ന വ്യക്തികൾ സ്വാധ്യായ പ്രവചനാഭ്യാം മാ പ്രമതിതവ്യം എന്ന് പറയും. പഠിച്ച വിദ്യകൾ ആവർത്തിച്ചാവർത്തിച്ച് ജപിക്കണം, അതുപോലെ തന്നെ പ്രവചനം നടത്തണം എന്ന് പറയും. മറ്റുള്ളവർ ഭക്തജനങ്ങൾ അവരവരുടെ ദുഃഖങ്ങൾ ഇവിടെ വന്ന് പറയുമ്പോൾ അവരോട് എന്ത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, നിങ്ങൾക്ക് നല്ലത് വരും എന്ന് പ്രവചനം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആ ഈശ്വരൻ നമുക്ക് അനുകൂലമായിട്ട് ചലിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനെ നിയന്ത്രിക്കുവാനുള്ള ഉപാധിയാണ് അല്ലെങ്കിൽ യന്ത്രമാണ് വാക്ക് എന്ന് പറയുന്നത്. പുരാണങ്ങളിലൊക്കെ തന്നെ എത്രയോ ശാപവാക്കുകൾ കേട്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ എത്രയോ വരം കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ വരം കൊടുക്കുന്നതും ശാപവാക്കുകളും ഒക്കെ തന്നെ പൂജ പോലൊരു കർമ്മങ്ങളൊന്നുമില്ല. അവിടെ വാക്ക് പറയലേ ഉള്ളൂ. ആ വാക്ക് സത്യമായി തീരുകയാണ്. വാക്ക് ഈശ്വരനെ നിയന്ത്രിക്കുന്ന ഒരു യന്ത്രമാണ്. ശബരിമലയിൽ ആ സ്ഥാനത്ത് ആ കസേരയിൽ ഇരിക്കുമ്പോൾ എത്രയോ പേര് ദുഃഖം എന്ന് പറയുമ്പോൾ അവരോടത് സാരില്ല, അതൊക്കെ മാറിക്കൊള്ളും, നിങ്ങൾ ഇന്നത് ചെയ്തോളൂ, നിങ്ങൾ ഇന്ന വഴിപാട് ചെയ്തോളൂ, നിങ്ങൾ ഇന്ന പരിഹാരം ചെയ്തോളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ എപ്പോഴോ അത് ഫലത്തിലാക്കി കൊടുത്തു എന്നല്ല, അവിടെ ഇരുന്ന് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രയോ പേര് വിളിച്ച് പറയുകയാണ്, തിരുമേനി പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കത് ഭരിച്ചിട്ടുണ്ട്, ഇത് ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ അയ്യപ്പൻ്റെ പ്രതിപുരുഷനായിട്ട് ഞങ്ങളെപ്പോലുള്ള മേൽശാന്തിമാരെ കാണുകയാണ്. അങ്ങനത്തിന് ഒന്നൊന്നുമല്ല, എത്രയോ അനുഭവങ്ങൾ. ആ ശബരിമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴും ആ ദിവ്യമായ തേജസ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് എന്നിലൂടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കൂടാതെ കണ്ട് ശബരിമല അവിടുത്തെ കാട്, അവിടെ പുലിയുണ്ട്, നെരിയുണ്ട്, ആനയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും വിശ്വാസമില്ല. പല വീഡിയോകളും പ്രചരിക്കുമ്പോൾ അതൊന്നും അവിടുത്തെ ശബരിമലയൊന്നുമല്ല, ഇത് വേറെ എവിടെയോ ഉള്ളതാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. അതല്ല എന്ന് അയ്യപ്പസ്വാമി തന്നെ കാണിച്ചു തരിക ഒരു ദിവസം എനിക്ക്. ഇരുമ്പ് പാലത്തിനടുത്ത് പുലി അവിടെ വരുന്നതും ആ പുലിയുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ട് വീഡിയോ എല്ലാറ്റിലും ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് ആ കാട്ടിൽ പുലിയുണ്ട്, അതുപോലെ എത്രയോ കാട്ടാനകൾ, കാട്ടുപോത്ത്, അതൊക്കെ കൂട്ടം കൂട്ടമായിട്ട് മാളികപ്പുറത്തിനപ്പുറത്ത് ആ വേസ്റ്റ് ഇടുന്നതിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വരാറുണ്ട്. എത്രയോ വന്യമൃഗങ്ങളെ കുരങ്ങനായാലും മറ്റും ഒക്കെ തന്നെ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷികളുടെ എത്രയോ വൈവിധ്യമാർന്ന പക്ഷികളുടെ
ആ കൂജനം, കളകള ശബ്ദം, അതൊക്കെ ഈ മണ്ഡലക്കാലത്തിൻ്റെ തിരക്കും നട തുറക്കുന്ന ദിവസങ്ങളിലെ തിരക്ക് കഴിഞ്ഞാൽ ഒരു വലിയൊരു നിശബ്ദതയാണ് ആ വനത്തിൽ. ആ നിശബ്ദതയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തപസ് തന്നെയാണ്. ആ ആസ്വാദ്യകരമായിട്ട് ആ വനത്തിൻ്റെ വന്യമായിട്ടുള്ള ആ മൗനം എനിക്ക് ഏറെ പ്രചോദനമായിട്ടുണ്ട്. ആ ഒരു വർഷക്കാലം എല്ലാ അർത്ഥത്തിലും ആ ദിവ്യമായ തേജസ് ലോകത്തിൽ എത്രയോ പേരെ ആകർഷിച്ചിട്ടുള്ള ആ ദിവ്യമായ തേജസ് എന്നിലേക്ക് ആവാഹിച്ചെടുക്കാനും അത് എന്നിലൂടെ പ്രവഹിക്കാനും കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.